ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ട് ഒരു 25 days സ്റ്റഡി പ്ലാനാണ്. 10th മെയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിരിക്കുന്ന മെയിൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്ന ലാബ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ, അങ്ങനെ ഒരു നാലോ അഞ്ചോ 10th മെയിൻസിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 25 days സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സജഷൻസൊക്കെ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡേ 1 വരുന്നത് ആറ്റിങ്ങൽ കലാപം, ഇലക്ഷൻ കമ്മീഷൻ, അതായത് ദേശീയ ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും വേണം. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മനുഷ്യ ശരീരം, രക്തം, വൾണറബിൾ സെക്ഷൻസ്, ദാറ്റ് ഈസ് SC ST സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, കമ്മീഷൻസ്, അതെല്ലാം. SCERT സ്റ്റാൻഡേർഡ് 5, അതായത് ന്യൂ SCERTയിലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 and 2. അത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1ഉം 2ഉം ഈ ഒരു ഡേയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് കറണ്ട് അഫെയർസ് 2024 ജനുവരി 1 മുതൽ 15 വരെ. പിന്നെ PYQയുടെ ഒരു സെറ്റ്, PYQ ഏതെങ്കിലും നമ്മുടെ 10th മെയിൻസിൻ്റെ PYQ ഒരു സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇംഗ്ലീഷ്, മലയാളം, ഇത് രണ്ടിൻ്റെയും ഓരോ PYQ എടുത്തിട്ട്, അതായത് 10th ക്വസ്റ്റ്യൻസ് PYQ എടുക്കുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അങ്ങനെയുള്ള ബുക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഡേ 1 ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഡേ 2 വിമോചന സമരം, ഭേദഗതികൾ, യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, ഗ്രന്ഥികൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, SCERT സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസ് പാർട്ട് 1 and 2. കറണ്ട് അഫെയർസ് 2024 ജനുവരി 16 മുതൽ 31 വരെ. PYQ രണ്ടാമത്തെ സെറ്റ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു 10th മെയിൻസിൻ്റെ വേറൊരു PYQ എടുത്തിട്ട് രണ്ടാമത്തെ സെറ്റ് PYQ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, ആൻസർ ചെക്ക് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഇത്രയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇംഗ്ലീഷ്, മലയാളം അടുത്ത സെറ്റ് എടുക്കുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കും. നെക്സ്റ്റ് ഡേ 3 ഐക്യകേരള പ്രസ്ഥാനം, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, തിരുവിതാംകൂർ രാജാക്കന്മാരിൽ മാർത്താണ്ഡവർമ്മ, വേലുത്തമ്പി ദളവ, കോശം, വ്യൂമൺ ആക്ട്, അതായത് ദേശീയ വേണം, അതുപോലെ സംസ്ഥാനം വേണം. SCERT സ്റ്റാൻഡേർഡ് 6 സോഷ്യൽ സയൻസ് പാർട്ട് 1 and 2. നെക്സ്റ്റ് കറണ്ട് അഫെയർസ് 2024 ഫെബ്രുവരി 1 to 15. പിന്നെ PYQയുടെ മൂന്നാമത്തെ സെറ്റ് വേണം. നെക്സ്റ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, PYQ മൂന്നാമത്തെ PYQ സെറ്റ് എടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്, അത്രയും കാര്യങ്ങൾ നോക്കുക. ഡേ 4 വരുന്നത് മലബാറിലെ രാഷ്ട്ര സമ്മേളനങ്ങൾ, തിരുവിതാംകൂർ രാജാക്കന്മാരിൽ ചിത്തിര തിരുനാൾ, നെക്സ്റ്റ് റിട്ടുകൾ, പത്രങ്ങൾ, ബ്രിട്ടീഷ് ആധിപത്യം, ജ്ഞാനേന്ദ്രിയം, പിന്നെ നമ്മുടെ പോക്സോ ആക്ട്. നെക്സ്റ്റ് SCERT സ്റ്റാൻഡേർഡ് 6 ബേസിക് സയൻസ് പാർട്ട് 1 and 2. കറണ്ട് അഫെയർസ് 2024 ഫെബ്രുവരി 16 മുതൽ 29 വരെ. PYQ സെറ്റ് 4 മലയാളം ആൻഡ് ഇംഗ്ലീഷ്, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. നെക്സ്റ്റ് ഡേ 5 സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, കേരള സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, സംസ്ഥാന പുനഃസംഘടന, നാഡി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭരണഘടന ആമുഖം, SCERT സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസ് പാർട്ട് 1. അത് സോഷ്യൽ സയൻസ് 7th സ്റ്റാൻഡേർഡ് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് അധികം ഫാക്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പാർട്ട് 1 മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് കറണ്ട് അഫെയർസ് 2024 മാർച്ച് 1 to 15. PYQ 5 ഏതെങ്കിലും ഒരു PYQ 5th സെറ്റ് പഠിക്കണം. നെക്സ്റ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഡേ 5 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളം, ഇംഗ്ലീഷ്, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ് ക്ലാസ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ താങ്ക് യു.